കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെയും വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ആക്കാതെ വച്ചിരുന്ന സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 3യുടെ ബാക്കി പോർഷനാണ് എടുക്കുന്നത്, നമ്മുടെ സാഷയുടെ കഥ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എ പ്ലസൻറ്റ് സർപ്രൈസ്. പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മനസ്സിനൊക്കെ ഒരു സുഖകരമായിട്ടുള്ളൊരു സർപ്രൈസ് കിട്ടുന്നതാണ് പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമ്മുടെ സാഷക്കുട്ടിയുടെ ബാക്കി കഥ കേൾക്കാം. Sasha and Naveen spotted the girl near a tree. She was cradling her little brother singing the song. സാഷയും നവീനും എന്ത് ചെയ്തു? എന്നിട്ട് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ നിന്ന് കുട്ടീനെ കണ്ടുപിടിച്ചല്ലേ, ബുഷസിനകത്ത് മറഞ്ഞിരുന്ന കുട്ടിയില്ലേ, ആ കുട്ടീനെ കണ്ടുപിടിച്ചു ആ കൊച്ചിൻ്റെ പാട്ട് വെച്ചിട്ട്. അപ്പോൾ ആ കൊച്ചിനെ അവർ കണ്ടു അല്ലേ. സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ, ഒരു ട്രീയുടെ അടുത്ത് കുട്ടീനെ കണ്ടു. ഷീ വാസ് ക്രഡ്ലിങ് ഹെർ ലിറ്റിൽ ബ്രദർ. അവൾ അവളുടെ കുഞ്ഞനിയനെ തൊട്ടിലിട്ട് ആട്ടുമായിരുന്നു, ഒരു പാട്ടൊക്കെ പാടി അല്ലേ. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം നമുക്ക്. ഹൗ ക്വിക്കലി ഹാസ് ഷീ ലേൺഡ് ദ സോങ്, നവീൻ വിസ്പേർഡ് ടു സാഷ. അവൾ എത്ര പെട്ടെന്നാണ് ആ പാട്ട് പഠിച്ചത് എന്ന് ചോദിക്കുകയാണല്ലേ. ക്വിക്കലി, പെട്ടെന്ന്. എത്ര പെട്ടെന്ന് അവൾ പാട്ട് പഠിച്ചത്? നവീൻ എന്ത് ചെയ്തു? നമ്മുടെ സാഷനോട് ചോദിച്ചു അല്ലേ. പക്ഷെ ചോദിച്ചു എന്നതിന് പകരം അവിടെ വിസ്പേർഡ് എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചെവിയിലൊക്കെ ഒന്ന് രഹസ്യം പറയില്ലേ, അതുപോലെ നമ്മുടെ നവീൻ എന്ത് ചെയ്തു? നമ്മുടെ സാഷയുടെ ചെവി പോയിട്ടാണ് പറഞ്ഞത്, അവൾ എത്ര പെട്ടെന്ന് ആ പാട്ട് പഠിച്ചേ എന്ന് പറയാണ്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ കുട്ടി എന്ത് ചെയ്തു? മെസ്സി ആയിട്ട് ഹെയർ ഉള്ള കുട്ടി എന്ത് ചെയ്തു? ഇവരെ കണ്ടു അല്ലേ, എന്നിട്ട് ചിരിച്ചു. ഷീ ടയർഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗർ. അവളെന്ത് ചെയ്തു? അവക്കടെ തലമുടി അവക്കടെ കൈ വെച്ച് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടായത്? യൂസിങ് ബ്യൂട്ടിഫുൾ. നവീൻ അപ്രീസിയേറ്റഡ് ഹെർ. സാഷ വാണ്ട് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. നവീൻ എന്താ പറഞ്ഞത്? നീ നന്നായിട്ട് പാടുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് നവീൻ അപ്രീസിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു അല്ലേ. സാഷ എന്ത് ചെയ്തു? സാഷയോട് പറയാണ്, സാഷ വാണ്ട് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് സാഷയോട് പറഞ്ഞു അല്ലേ. ഇവിടെ നോക്കി, എന്തായിരിക്കും ഇവിടെ ഈ ബോക്സിൽ നവീൻ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കറിയാം അല്ലേ, യൂസിങ് ബ്യൂട്ടിഫുൾ. നമുക്കിനി അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ അടുത്ത പേജിൽ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാൻ പാടില്ല, അത് വായിച്ച് നോക്കാം കേട്ടോ. ഗിഫ്റ്റ് നോക്കണ്ടേ, എന്താ ഗിഫ്റ്റ് എന്ന്? ദ ഗിഫ്റ്റ്. Sasha opened her bag and took out a book. It was a picture story book. സാഷ എന്ത് ചെയ്തു? അവളുടെ ബാഗ് തുറന്നല്ലേ, ബാഗെടുത്ത് തുറന്ന് അതിനകത്തുനിന്നൊരു ബുക്ക് എടുത്തു. ആ ബുക്ക് എന്തായിരുന്നു? പിക്ചർ സ്റ്റോറി ബുക്ക്, ചിത്രകഥാ ബുക്കായിരുന്നു അല്ലേ. പിക്ചർ സ്റ്റോറി, കുറേ പടങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനകത്തുനിന്ന് സ്റ്റോറി നമുക്ക് കാണാൻ പറ്റും അല്ലേ. വലിയ കാര്യമായിട്ട് എഴുതിയുണ്ടാവില്ല, ചെറിയ ചെറിയ എഴുത്താണ്ടാവുള്ളൂ, പക്ഷെ നല്ല പിക്ചറായിരിക്കും, കണ്ട് നമുക്ക് കഥ പറയാം. അങ്ങനത്തെ ഒരു ബുക്കായിരുന്നു കേട്ടോ. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. എന്നാ നിൻ്റെ ഗിഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ് എന്ന് കൊച്ചിന് പറയുകയാണ് കേട്ടോ. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. സാഷ എന്ത് ചെയ്തു? ആ കുട്ടിക്ക് ആ ഗിഫ്റ്റ് കൊടുത്തു. The girl wiped her hands on her skirt. She received the book with a smile. അവളുടെ കൈ പാവാടയിലൊന്ന് ഉരുമിയിട്ട്, കാരണം എന്തെങ്കിലും ചെളിയോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ബുക്കിലാവുമല്ലോ. അങ്ങനെ വിചാരിച്ച് ഉരുമിയിട്ട് ആ ബുക്ക് റിസീവ് ചെയ്തു, വാങ്ങിച്ചല്ലേ. എങ്ങനെയാ? നല്ല സ്മൈലോടുകൂടി, ചിരിയോടുകൂടി കേട്ടോ. കവിത, who is there? Her mother called out. Let's go. Naveen's hurried, hearing the voice. കവിത, ആരാണവിടെ? കവിതയുടെ അമ്മ വിളിക്കുകയാണല്ലേ. കവിത ചോദിക്കുകയാണ്, ആരാണ് അവിടെ എന്ന് അവരുടെ അമ്മ വിളിച്ച് ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ. നവീൻ ഹറീഡ്, ഹിയർ ദ വോയിസ്. നവീൻ എന്ത് ചെയ്തു? ആ സൗണ്ട് അനുസരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തിരക്കിട്ടു അല്ലേ, ആരാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. We should tell Anu teacher about Kavita. I think she will help her. Sasha suggested. അപ്പോൾ നമ്മുടെ സാഷ പറയാണ്, നമുക്ക് അനു ടീച്ചറിൻ്റെ അടുത്ത് പറയാം കവിതയുടെ കാര്യം. എനിക്ക് തോന്നുന്നു, ഞാൻ ചിന്തിക്കുന്ന അനുസരിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ടീച്ചർ അവളെ ഹെൽപ്പ് ചെയ്യുമെന്ന് അല്ലേ. ഈ കുട്ടിക്ക് വേണ്ടി നമ്മുടെ സാഷ അനു ടീച്ചറിനെ സജസ്റ്റ് ചെയ്യുകയാണല്ലേ, അഭിപ്രായം പറയാണ്. അപ്പോൾ നമ്മുടെ നവീനും അത് കേട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. താഴെ കൊടുത്തിട്ടുണ്ട്, വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? നമ്മുടെ അനു ടീച്ചർ കവിതനെ ഹെൽപ്പ് ചെയ്യുമോ? എങ്ങനെ എന്നാണ് ചോദ്യം ചോദിച്ചേക്കണത്. ഹെൽപ്പ് ചെയ്യുമായിരിക്കുമോ? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിക്കേ, ഗസ് ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. ദ സ്മൈൽ, ഇതാണ് ഈ പേജിലെ ഹെഡിങ് വരുന്നത്. എന്തായിരിക്കാം സ്മൈലിൻ്റെ പിന്നിലുള്ള കാര്യം നോക്കാം.
Dear children, today we have a new friend. She belongs to a place far away. Let's welcome her. ആരായിരിക്കും അത്? ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മുടെ കവിതയെ അല്ലേ. നമുക്ക് പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിരിക്കുകയാണ്. അവൾ ദൂരെ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അവളെ സ്വീകരിക്കുക, അല്ലെ വെൽക്കം ചെയ്യുക എന്ന് പറയുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? കവിതേനെ സ്കൂൾ അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പരിചയപ്പെടുത്തി. ഷി കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവൾ എന്ത് ചെയ്തു? സ്കൂൾ യൂണിഫോമിൽ മുമ്പോട്ട് കയറി നിന്നു അല്ലേ, അസംബ്ലിയിൽ മുമ്പോട്ട് കയറി നിന്നു. ഷി സ്മൈൽസ് ഫാമിലി അറ്റ് എവ്രി വൺ. അവരെല്ലാവരെയും നോക്കി, അവൾ എല്ലാവരെയും നോക്കിയിട്ട് എന്ത് ചെയ്തു? സ്മൈൽ ചെയ്തു, ചിരിച്ചു അല്ലേ. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പേരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? കവിതയുടെ പേരൻസിനെ കൂടി സ്റ്റേജിലേക്ക് വിളിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും സന്തോഷത്തോടു കൂടി ക്ലാപ്പ് ചെയ്തു. I congratulate Sasha and Naveen. They helped Kavita to join us. Sasha and Naveen, please come to the dais. The headmaster encouraged clapping hands. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹെഡ് മാസ്റ്റർ പറയുകയാണ്, ഞാൻ സാഷേനെയും നവീനെയാണ് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് അല്ലേ, അവരെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. അവർ കാരണമാണ് നമ്മുടെ കവിതയ്ക്ക് ഇന്ന് സ്കൂളിൽ വരാൻ പറ്റിയത് അല്ലേ. അപ്പോൾ അവരോട് സ്റ്റേജിലേക്ക് കയറി വരാൻ വേണ്ടി പറയുകയാണ്. അവർ വന്നപ്പോൾ എന്ത് ചെയ്തു? കുട്ടികളെല്ലാവരും ക്ലാപ്പ് ചെയ്തു, കൈയടിച്ചു. മേളിലെ ചോദ്യം നോക്കിയ മക്കളെ. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് സാഷ ആൻഡ് നവീൻ ടു ദ ഡൈസ്? ഡൈസ് എന്ന് പറഞ്ഞാൽ വേദി എന്നാട്ടോ അർത്ഥം വരുന്നത്. ഇതിൻ്റെ ആൻസർ നോക്കിക്കോ. Naveen and Sasha helped Kavita to join the school. That's why the headmaster called them on dais. എന്ന് പറഞ്ഞ ഡൈസ് എന്ന് പറഞ്ഞാൽ വേദി എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ അവരെ വേദിയിലേക്ക് വിളിച്ചത് കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. അടുത്ത പേജിൽ ഹെഡിങ് പറഞ്ഞേക്കുന്നത് ടീയേഴ്സ് ഓഫ് ജോയ് അല്ലേ. ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുനീര്. ജോയ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം, ആഹ്ലാദം അല്ലേ, ആഹ്ലാദ കണ്ണീര്. അപ്പോൾ നമുക്ക് വായിക്കാം. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേഴ്സ് ദ സ്റ്റേജ്. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. സാഷയും നവീൻ എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് കയറി ചെന്നു അല്ലേ, മൂവ് ചെയ്തു. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? അവരുടെ കൈ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഷുക്ക് ചെയ്ത് കുലുക്കി അല്ലേ. All the children applauded them again. Kavita looked at the Sasha and Naveen. എല്ലാ കുട്ടികളും എന്ത് ചെയ്തു? അഭിനന്ദിച്ചു അല്ലേ. അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക കേട്ടോ. APPLAUDED, അഭിനന്ദിക്കുക. എന്നിട്ട് കവിത എന്ത് ചെയ്തു? നമ്മുടെ സാഷേനെയും നവീനെയും നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകൾ തിളങ്ങി, നന്ദി കൊണ്ട് തിളങ്ങി. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവ്രി മൈൻഡ്. എല്ലാവരുടെയും മൈൻഡിൽ, തലയിൽ, മനസ്സിലൊക്കെ അനു ടീച്ചർ പാടിക്കൊടുത്ത ആ പാട്ട് വന്നല്ലേ. എന്തായിരുന്നു ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് worth more than gold, give all the love a heart can hold. എന്തായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഗോൾഡിനേക്കാൾ വിലമതിച്ച ഒന്നാണല്ലേ. ഭയങ്കര വെർത്തായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അതുപോലെ എന്താണ്? അവരെ സ്നേഹിച്ച് ഹൃദയത്തോടെ എന്നും ചേർത്ത് വയ്ക്കണമെന്നാണ് അനുപമ ടീച്ചറെ പാടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാവരുടെയും മൈൻഡിലേക്ക് എക്കോ പോലെ അടിച്ചടിച്ച് വന്നു. എക്കോ തന്നെ എങ്ങനെയാണ്? അപ്പോൾ നമ്മളിങ്ങനെ എന്ന് പറയുകയാണെങ്കിൽ എക്കോ ആയിട്ട് പോവില്ലേ. അതിനാണ് എക്കോ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മകളിങ്ങനെ അലതല്ല എന്ന് പറയും. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ എന്ത് ചെയ്തു? മുമ്പോട്ട് വന്നിട്ട് നമ്മുടെ കവിതേനെ കെട്ടിപ്പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്. കവിത എന്ത് ചെയ്തു? ചിരിച്ചു അല്ലേ. A tiny drop of tears glittered in the corner of her eyes. എന്തു ചെയ്തു? അവളുടെ കണ്ണിലെ കണ്ണുനീര് ചെറിയൊരു തുള്ളി പോലെ അല്ലേ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അനുപമ ടീച്ചർ എന്താണിക്കും പറഞ്ഞുണ്ടാവുക? നോക്കിക്കേ. ഡോണ്ട് ക്രൈ കവിത, യു ആർ എ സ്മാർട്ട് ഗേൾ. ടീച്ചർ നമ്മുടെ കവിതയെ ആശ്വസിപ്പിക്കുകയാണല്ലേ. കരയരുത് കുട്ടി, നീ ഒരു സ്മാർട്ടായിട്ടുള്ള ഗേളാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ടല്ലേ. വൈ ഡിഡ് കവിത സ്മൈൽ? സ്മൈൽ ചെയ്ത് എന്തിനായിരിക്കും കവിത? ടീച്ചർ എങ്ങനെ പറഞ്ഞുകൊണ്ടും കൂട്ടുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടായിരിക്കും കവിത സ്മൈൽ ചെയ്തായിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ എഴുതാനുണ്ടല്ലേ. അത് ടീച്ചർ ഒന്ന് എഴുതിയിട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ഇത്രയുള്ള നമ്മുടെ പാഠഭാഗങ്ങൾ. അപ്പോൾ അടുത്ത ചോദ്യോത്തരങ്ങളായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. ചോദ്യം ഇങ്ങനെയാണ്. വാട്ട് ഷുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്താണ് സാഷയുടെ ഗിഫ്റ്റ്? സാഷ ഗിഫ്റ്റഡ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ഫോർ കവിത.